കാസർഗോഡ് അമ്പലത്തറ സ്വദേശിയായ പെൺകുട്ടിയുടെ മരണത്തിൽ പങ്കുള്ള വ്യവസായിയുടെയും പത്രപ്രവർത്തകന്റെയും പേര് പുറത്തുവിട്ട് കേരള പട്ടിക ജനസമാജം. പാണത്തൂർ സ്വദേശിയും വ്യവസായിയുമായ വിദ്യാധരൻ കാട്ടൂരിനും കാഞ്ഞങ്ങാട്ടെ മാധ്യമപ്രവർത്തകൻ അരവിന്ദൻ മാണിക്കൂത്തിനും കുട്ടിയുടെ മരണത്തിൽ പങ്കുണ്ടെന്നാണ് KPJSന്റെ ആരോപണം. ഇതിനിടെ റിമാൻഡിലായിരുന്ന പ്രതി ബിജു പൗലോസിനെ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വിട്ടു. അമ്പലത്തറ സ്വദേശിയായ 17-കാരിക്ക് നേരിട്ടത് ക്രൂരമായ പീഡനമാണെന്ന സൂചനകളാണ് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളും അനുകൂലമാകുന്നതോടെ പെൺകുട്ടിയുടെ മരണത്തിൽ പങ്കുള്ള മറ്റ് പ്രതികളെയും കസ്റ്റഡിയിലെടുക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഊർജിതമായതോടെ പാണത്തൂർ സ്വദേശിയായ വ്യവസായി കേരളം വിട്ടുവെന്നും വിവരമുണ്ട്. പാണത്തൂർ സ്വദേശിയും സ്വകാര്യ ബസ്സുകളുടെയും ബാറുകളുടെയും ഉടമയായ വിദ്യാധരൻ കാട്ടൂരാണ് കുറ്റാരോപിതനായ വ്യവസായി എന്നും കാഞ്ഞങ്ങാട്ടെ സായാഹ്ന പത്രത്തിന്റെ ഉടമ അരവിന്ദൻ മാണിക്കോത്താണ് കുട്ടിയുടെ വീട്ടിലെത്തി 25 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തതെന്നും KPJS നേതാക്കൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തി. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടുള്ള ഒരു പത്രപ്രവർത്തകൻ, ആളെ പേര് നമുക്ക് പറയുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല, ലേറ്റസ്റ്റ് എന്ന് പറയുന്ന പത്രത്തിന്റെ പത്രാധിപർ അരവിന്ദൻ മാണിക്കൂത്ത് എന്ന് പറയുന്ന ആൾ കുടുംബത്തെ സമീപിച്ച് 25 ലക്ഷം രൂപ തരാം, ഈ കേസിൽ നിന്ന് പരാതിയുമായി മുന്നോട്ട് പോകരുത് എന്ന് കുടുംബത്തെ അറിയിച്ചിരുന്നു. ഒരു വ്യവസായി, പാണത്തൂരുകാരൻ ഒരു വ്യവസായിയുണ്ട്, വിദ്യാധരൻ എന്നാണ് അയാളുടെ പേര്. വിദ്യാധരൻ്റെ പേരാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. വിദ്യാധരൻ എന്ന് പറയുന്ന വ്യവസായി അയാൾക്ക് ഈ കുട്ടിയെ ബലാത്സംഗം ചെയ്യുന്നതിനും കൊലപ്പെടുത്തുന്നതിലെല്ലാം നിർണായക പങ്കുണ്ട് എന്ന് ആണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഒപ്പം താമസിപ്പിക്കാൻ ബിജു പൗലോസിന് സഹായം ചെയ്ത പ്രതിയുടെ അമ്മ ഏലിയാമ്മയെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. കേസ് വൈകിപ്പിക്കാൻ പ്രതികൾക്ക് സഹായം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.